അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നറിയിച്ചിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫഹൽ യൻളുറൂന ഇല്ലസ്സാഅത അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹാ. അവർ കാത്തിരിക്കുകയാണോ ഇല്ലസ്സാഅത, അന്ത്യനാളിനെ അല്ലാതെ ഇനി എന്താണ് അവർ നോക്കി കാത്തുകൊണ്ടിരിക്കുന്നത്? അൻ തഅതിയഹും ബഗ്തതൻ, അത് വളരെ പെട്ടെന്ന് അവർക്ക് സംഭവിക്കുകയല്ലാതെ മറ്റെന്താണിനി അവർ കാത്തിരിക്കുന്നത്? ഫഖദ് ജാഅ അശ്റാതുഹാ, ആ അന്ത്യനാളിനെ അറിയിക്കുന്ന അടയാളങ്ങൾ തീർച്ചയായും വന്നു കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും ധാരാളം പരാമർശങ്ങൾ കാണുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? നാം ചിന്തിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പൂർത്തിയാകുന്നത് അവൻ ഗൈബിൽ വിശ്വസിക്കുമ്പോഴാണ്. നാം കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ചിന്തക്ക് വിഷയീഭവിച്ചിട്ടില്ലാത്ത പലതും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിശ്വസിക്കുകയാണ്. വിശ്വാസികളുടെ പ്രത്യേകത തന്നെ യുഅ്മിനൂന ബിൽ ഗൈബി എന്നാണ്. അദൃശ്യങ്ങളിൽ അവർ വിശ്വസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അന്ത്യനാളിന്റെ അലാമത്തുകളായി, ലക്ഷണങ്ങളായിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ധാരാളമാണ് അത്തരത്തിലുള്ള അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ അവതരണങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് അന്ത്യനാളിനെ സംബന്ധിച്ച് അതിന്റെ മുന്നോടിയായി പറയപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ നാം അറിയുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തു പകരുകയാണ്. നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢീകരിക്കപ്പെടുകയാണ് എന്നതാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഓരോ സംഭവങ്ങളും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിങ്ങനെ വന്നുപോയതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോ യഥാർത്ഥത്തിലുള്ള വിശ്വാസിക്ക് അവന്റെ ഈമാൻ ഇങ്ങനെ ബലപ്പെടുകയാണ്. എന്റെ നേതാവ് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ അതാ അക്ഷരം പ്രതി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ അന്ത്യനാളിലേക്ക്, ആ അന്ത്യനാള് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളുടെയും കണക്ക് പറയേണ്ടതുണ്ടല്ലോ. ആ കണക്ക് പറയാനുള്ള ദിവസം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളങ്ങളും ലക്ഷ്യങ്ങളുമായി കൊണ്ട് മുന്നറിയിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, അത് പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോ, അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടുന്നു. ഞാൻ വിശ്വസിച്ച വിശ്വാസം വളരെ ശരിയാണ്. എന്റെ റബ്ബൻ അനുഗ്രഹിച്ചല്ലോ ഈ പാതയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ, ഹിദായത്തിന്റെ വഴിയിലേക്ക് എനിക്ക് മുന്നേറാൻ എന്റെ റബ്ബ് അനുഗ്രഹിച്ചല്ലോ എന്ന ദൃഢമായ ആശ്വാസവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകൾ ഇങ്ങനെ വന്നതുപോലെ വന്നുകൊണ്ടിരിക്കുമ്പോ അവയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും, അതുപോലെ തന്നെ അത്തരത്തിൽ ഇനി അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട്. അവയിൽ ഈ സമുദായം ദുഷിച്ചു പോകുന്ന ഒട്ടേറെ അലാമത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ആ അലാമത്ത് സംഭവിക്കുന്ന, അതല്ലെങ്കിൽ ആ ദുസ്വഭാവം നിലനിൽക്കുന്ന ആളുകളിൽ ഞാൻ പെട്ടുപോകരുതെന്ന കണിശമായ ബോധം എന്റെ മനസ്സിൽ അത് ഉണ്ടാക്കുന്നു.
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ആ ബോധമുണ്ടാക്കി തീർക്കുന്നു. ഇതിനുകൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ചിലരൊക്കെ പറയാറുണ്ട്, അന്ത്യനാളിന്റെ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ലക്ഷണങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നതിൽ നമുക്കെന്ത് കാര്യമാണുള്ളത്? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന കണിശമായ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാവുന്ന നിലക്ക്, അത് ദൃഢമാക്കുന്ന നിലക്കാണ് ഓരോ സംഭവങ്ങളും. കഴിഞ്ഞുപോയ സംഭവങ്ങളുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളുണ്ട്, ഇനിയും തീരെ വന്നിട്ടില്ലാത്ത നടന്നിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളും കാര്യങ്ങളുമൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 2-3 നിലക്കാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ചിലതൊക്കെ മുമ്പേ കഴിഞ്ഞു പോയതാണ്, ഇനി അതൊരിക്കലും സംഭവിക്കില്ല. ചില ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞുപോയി, അത് ഇനി ആവർത്തിക്കില്ല. എന്നാൽ വേറെ ചില ലക്ഷണങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും അത് ഇനിയും ആവർത്തിക്കാം, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായേക്കാം, ഇനിയും ഭാവി കാലത്ത് നടക്കാനിരിക്കുന്നതുമാണ്. വേറെ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായി പറഞ്ഞത്. അത് അന്ത്യനാളിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആ ദൃഷ്ടാന്തങ്ങൾ അതിനോട് ഏറ്റവും അടുത്ത നാളുകളിൽ സംഭവിക്കാനുള്ളതാണ്. അങ്ങനെ ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതും ഇനിയും സംഭവിക്കാനുള്ളതും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അതിന്റെ അടുത്ത കാലഘട്ടങ്ങളിലായി വളരെ ഭീകരമായ നിലക്ക് നടക്കാനിരിക്കുന്നതുമായ ധാരാളക്കണക്കിന് അലാമാത്തുകളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അവയിലൂടെ നമ്മുടെ ഈമാൻ ദൃഢമാവുകയാണ് ചെയ്യേണ്ടത്. അതോരോന്നും കാണുമ്പോ, അതോരോന്നും കേൾക്കുമ്പോ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോ എത്ര സത്യമാണ് എന്റെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന ആത്മവിശ്വാസവും, അതുപോലെ തന്നെ ഇസ്ലാമികമായ തന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കൂടുതൽ സൂക്ഷ്മതയും ജീവിതത്തിൽ കൂടുതൽ തഖ്വയും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ വന്നതുപോലെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഗുണമുണ്ട്. അതെന്താണ്? അന്ത്യനാളിന്റെ ലക്ഷണങ്ങളായിക്കൊണ്ട് ഇല്ലാത്ത പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പലരും അവരവർക്ക് തോന്നിയ കെട്ടുകഥകൾ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഐതിഹ്യങ്ങളും പ്രചരിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഹഖും ബാത്തിലും വേദെന്ന് വേർതിരിയപ്പെടാതെ പലരും പലതും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിനിടക്ക് വിശ്വാസിക്കൊരു ബാധ്യതയുണ്ടല്ലോ. ബാത്തിലായ പ്രത്യേകമായ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹക്കിന്റെ വശങ്ങളെ നിഷേധിക്കുകയും ചെയ്യാതെ ഹക്കിനെ ഹക്കായിക്കൊണ്ട് മനസ്സിലാക്കുകയും ബാത്തിലിനെ ബാത്തിലായിക്കൊണ്ട് തള്ളിക്കളയുവാനും ചെയ്യുവാനുള്ള ഒരവസരം കൂടി നമുക്ക് പ്രമാണബദ്ധമായ നിലക്ക് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളിലൂടെ, വിവരണങ്ങളിലൂടെ സാധ്യമാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ മുന്നോടിയായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപത്തിലുള്ള അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊരു മണിക്കൂർ കൊണ്ടോ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതിലും അപ്പുറമാണ്. വളരെ വിശാലമായ രൂപത്തിൽ പലതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അടയാളങ്ങളെല്ലാം കൂടി ഒരൊറ്റ ഹദീസിലായിക്കൊണ്ടല്ല വന്നിട്ടുള്ളത്. പലയിടത്തുമായി പല സന്ദർഭങ്ങളിലുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അലാമാത്തുകളെ വിശദീകരിച്ചിട്ടുള്ളത്. അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായി നടക്കാനിരിക്കുന്ന അലാമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞു തീർത്തതല്ല. വ്യത്യസ്ത ഘട്ടങ്ങളിലായി അവിടുത്തെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ സ്വഹാബാ കിറാമിനോട് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അലാമാത്തുകൾ, ഈ അടയാളങ്ങൾ എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്.